ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്തതിലൊരു വെറൈറ്റി ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ നെക്ക് വന്നിട്ട് വി പോലെയാണ് കേട്ടോ നമ്മുടെ നെക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഡിസൈൻ വരുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ഒന്നും ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് പേടിക്കേണ്ട, സിമ്പിളാണിത് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടും വളരെ സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടി വെയർ നെക്ക് ഡിസൈനായിട്ടൊക്കെ ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കെന്താ പാറ്റേൺ പരിചയപ്പെടാം. ആദ്യം നമ്മളിതുപോലെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇത്രയും വി വരുന്നില്ല കേട്ടോ. നമ്മൾ സെൻറ്ററിലായിട്ട് ആ ഒരു ലൈൻ വരച്ചിരിക്കുന്നില്ലേ, അതുവരെ നമ്മുടെ നെക്ക് വരത്തുള്ളൂ. അല്ലാതെ താഴത്തേക്കും വീണ്ടും വി പോലെ വരുന്നുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ കുറച്ചധികം ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ, ഷോൾഡറിൻ്റെ അവിടെ വരെ നമ്മൾ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ലൈൻസ് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ത്രികോണം പോലെ നമ്മൾ എന്ത് ചെയ്യുക, റൗണ്ടുകൾ വരച്ചു കൊടുക്കുക. മുകളിലും താഴെയായിട്ട് ഒരു സൈഡിൽ രണ്ട് ഇതിലായിട്ടാണ് വരുന്നത്, മുകളിലും താഴെയായിട്ട് അങ്ങനെയാണ് വരുന്നത്. കുറച്ചധികം റൗണ്ട് ഇങ്ങനെ വരും. റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഡോട്ടും വരും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. അതും ത്രികോണം പോലെ ആയിരിക്കണം നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. കണ്ടോ, മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ പാറ്റേൺ. സിമ്പിളാണ്. നമുക്ക് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ്റെ കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെയോ മൾട്ടിപ്പിളോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഗോൾഡൻ്റെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും ആണ് കേട്ടോ. ഞാനിപ്പോൾ ഗോൾഡൻ്റെ തന്നെയാണ് ബീഡ്സ് എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ വൈറ്റ് ബീഡ്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വൈറ്റ് ബീഡ്സും കൂടി വേണം കേട്ടോ. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം. നമുക്ക് ചെറിയ വൈറ്റ് ബീഡ്സും കൂടെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ്. നമുക്ക് 3 കളറിലുള്ള ത്രെഡാണ് വേണ്ടത്. പച്ച, ചുവപ്പ്, റോസ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ഏത് കളറാണോ ചേരുന്നത് അങ്ങനെ 3 ത്രെഡ് എടുക്കുക. മനസ്സിലായോ? ഞാനിപ്പോൾ 3 കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ബിഗിനേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ മെറ്റീരിയൽ നമ്മളിതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്യുവാണ്. അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ തിന്നായിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തിന്നായിട്ട് വരച്ചു കൊടുക്കുക, തിക്കായിട്ട് വരച്ച് കൊടുക്കരുത്. കാരണം തിക്കായിട്ട് വരച്ചു കൊടുത്താൽ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അവിടെ ഇവിടെയൊക്കെ പെൻസിലിൻ്റെ മാർക്ക് വന്നാൽ അത് മായ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് തിന്നായിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ച റൗണ്ടുകളില്ലേ, അവിടെ ആയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തില്ലായിരുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യണം, വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കണം. ഈ ഒരു സൈസിലുള്ള വൈറ്റ് ബീഡ്സ് എടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് കംപ്ലീറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ട് ബീഡ്സ് ആണ് ലൈൻസിൽ വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുത്തു. നമുക്കിനി അത് ഫ്ലവർ ചെയ്യണം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കട്ട് ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കട്ട് ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൾട്ടിപ്പിളിൻ്റെയോ ആൻറ്റിക്കോ ഒക്കെ എടുക്കാൻ കേട്ടോ കട്ട് ബീഡ്സ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. അതായത് നമ്മളൊരു 5-6 എണ്ണം വെച്ചതിന് ശേഷം, അതായത് കട്ട് ബീഡ്സ് ഇങ്ങനെ ഒരു 5-6 എണ്ണം സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് എന്ത് വെച്ച് കൊടുക്കണം, ബീഡ്സ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ ഗോൾഡൻ്റെ ബീഡ്സാണ് എടുത്തേക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ വൈറ്റ് ബീഡ്സ് എടുക്കുക. അതാണ് കുറച്ചുകൂടെ ഭംഗി. മറക്കരുത് കേട്ടോ, വൈറ്റ് ബീഡ്സ് തന്നെ എടുക്കുക.
പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബിഗിനേഴ്സിൻ്റെ ക്ലാസ് എന്താ ബാക്കി അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് സത്യം പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആരും അതിനൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഞാനൊരു 10 ക്ലാസ്സോ അതിന് മുകളിലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിന് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഇട്ടത്. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഏത് സ്റ്റിച്ചൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു, ഇനി സന്തോഷമുള്ളൂ കേട്ടോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം ബിഗിനേഴ്സ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ബിഗിനേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. പറഞ്ഞ് എല്ലാവരും പ്രൊഫഷണൽ ഡിസൈനേഴ്സ് ആയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണോ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും സ്റ്റിച്ചുകളൊക്കെ മനസ്സിലായി തുടങ്ങി, അത്യാവശ്യം എല്ലാവരും ചെയ്തു തുടങ്ങിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. കമൻറ്റുകളൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ കമൻറ്റൊക്കെ വരാറുള്ളത് സന്തോഷമാണ് കേട്ടോ. കാരണം ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങളും പഠിച്ചു തുടങ്ങിയെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മടി പിടിച്ചിരിക്കരുത്. നിങ്ങൾ ഡിസൈൻ ചെയ്യുക. 1, 2, ഒരു 5 തവണ നമ്മൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ മനസ്സ് ഇതാക്കരുത്. കാരണം അയ്യോ എന്നെക്കൊണ്ട് പറ്റൂല അങ്ങനെ പറയരുത്. ഉറപ്പായിട്ട് നിങ്ങളെക്കൊണ്ടും പറ്റും, ഉറപ്പാണ്. നമ്മൾ അങ്ങനെ ഒരു ഇത് തെറ്റ് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ നിർത്തിപ്പോയാൽ പിന്നെ നമുക്ക് അങ്ങനെ നിർത്തിപ്പോവാനേ സമയം കാണത്തുള്ളൂ, മനസ്സിലായോ? പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഏണിങ്സ് നമുക്ക് അതിപ്പോൾ പ്രായപരിധി ഇല്ലാതെ തന്നെ ചേച്ചിമാർക്കായാലും അനിയത്തിമാർക്കായാലും എന്നെപ്പോലെ പഠിക്കുന്നവർക്കായാലും നല്ലൊരു ഏണിങ്സ് കിട്ടാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത്. പിന്നെ ഡിസൈനിങ് പഠിച്ചവർ കാണും, മനസ്സിലായോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ഡിസൈനിങ് പഠിച്ചവരുണ്ട്. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ചാൽ ചെയ്തു നോക്കാൻ പേടിയാണ്. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? എനിക്കതാണ് കേട്ടോ മനസ്സിലാവാത്തത്. എന്തിനാണ് ചെയ്തവർക്ക് പേടി, അതായത് പഠിച്ചവർക്ക് പേടി, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ പഠിച്ചതല്ലേ, ഞാനിവിടെ പഠിക്കാതെയാണ് നിങ്ങൾക്ക് ഇത് ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ഐഡിയ വെച്ചാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തരുന്നത്, മനസ്സിലായോ? അപ്പോൾ പഠിച്ചവർക്ക് സത്യം പറഞ്ഞാൽ ഇരട്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ അത് അവർ യൂസ് ചെയ്യത്തില്ല, അറിയത്തില്ല, പേടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. എനിക്ക് കുറേ പേര് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. അത്യാവശ്യം മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ മോളെ പേടിയാണ്, ഡിസൈനിങ് ഞാൻ 3 വർഷം പഠിച്ചതാണ്, 2 വർഷം പഠിച്ചതാണ് മോളെ, പക്ഷേ എനിക്ക് ചെയ്യാൻ പേടിയാണെന്ന്. അപ്പോൾ ഞാൻ പറയും പേടിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും, മനസ്സിലായോ? അപ്പോൾ നിങ്ങളും ഡിസൈൻ പഠിച്ചവരുണ്ടാവാം, ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഡിസൈനൊന്നും ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ പഠിച്ചാൽ കൊള്ളാം, ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ടാവാം. ഇങ്ങനെ ഇവരൊക്കെ ചെയ്ത് നോക്കുക, നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം സക്സസ് ആവും. നിങ്ങളുടെ ഡ്രസ്സിൽ ചെയ്ത് നോക്കുക. കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഏത് ഡിസൈനും ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ വരത്തുള്ളൂ, മനസ്സിലായി? നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ, അതായത് ചെയ്യാതെ ഇരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ പോകുന്നില്ല. 100% ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ 1, 2 ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതെന്നെക്കൊണ്ട് പറ്റിയല്ലോ, അപ്പോൾ ഇനിയുള്ളത് എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡിസൈൻ ഏതായാലും, ബ്ലൗസിൻ്റെ വർക്കായാലും സാരിയുടെ വർക്കായാലും പുറത്ത് ചെയ്ത് കൊടുക്കാനായാലും ഫസ്റ്റ് നമുക്ക് വേണ്ടത് ധൈര്യമാണ്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. അനിയത്തിമാരായാലും ചേച്ചിമാരായാലും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, ഡിസൈൻ ചെയ്യുക. പേടിയാണെന്ന് പറഞ്ഞിരിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുക. നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ ഞാനിവിടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന കമൻറ്റിന്, അത്യാവശ്യം കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പോലും കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതായത് എനിക്ക് പറ്റണ രീതിക്ക് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഡൗട്ട്. അപ്പോൾ അതിങ്ങനെ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ഒരു Q&A പോലെ നിങ്ങൾ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കൊരു വീഡിയോ ആക്കി ചെയ്യുകയും ചെയ്യാം, മനസ്സിലായോ?
അപ്പോൾ എന്താ നമ്മളിവിടെ ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്, റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നത്. അടുത്ത പ്രശ്നം ഇതാണ്, ചേച്ചി അല്ലെങ്കിൽ മോളെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ പറ്റുന്നില്ല, റിംഗ് നോട്ട് ഫ്ലവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മുന്നേ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത്. ആ ഒരു ഡിസൈനിലാണ് ഞാൻ ഫസ്റ്റ് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഞാനൊരു 1000 തവണ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ എനിക്ക് ഒരു വിധത്തിൽ കോട്ടൻ്റെ ത്രെഡിൽ ഓക്കെ ആവുന്നില്ല. പക്ഷേ എനിക്കൊരിതുണ്ട്, എനിക്ക് എന്തുകൊണ്ട് പറ്റൂല എന്ന് എൻ്റെ മനസ്സിൽ വരും. പക്ഷേ എനിക്കത് പറ്റിക്കണം. ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്കത് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ എന്നെക്കൊണ്ട് മാത്രം പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ അന്ന് ചെയ്തതുപോലെ അല്ല ഞാനിപ്പോൾ ഫ്ലവർ ചെയ്യുന്നത്. ഫ്ലവർ അതിപ്പോൾ എന്തായാലും ഡിസൈനിങ് ആയാലും ഞാൻ അന്ന് മുന്നേ ചെയ്തതുപോലെ അല്ല ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓക്കെ ആവും. അതുകൊണ്ട് നിങ്ങൾ റിംഗ് നോട്ട് ഫ്ലവറൊക്കെ ചെയ്ത് പഠിക്കുക. ആദ്യമൊന്നും ഓക്കെ ആയി വരത്തൊന്നും ഇല്ല ഉറപ്പ്. പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഓക്കെ ആയിട്ട് വരുന്ന വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡിസൈനൊക്കെ ചെയ്ത് നോക്കുക. ആദ്യം സ്വന്തം ഡ്രസ്സിൽ ചെയ്ത് ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ പുറത്ത് ചെയ്ത് കൊടുക്കുക. ഏണിങ്സ് ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? ഞാനിങ്ങനെ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ല. എനിക്ക് ഡെയിലി ഓരോ മെസ്സേജ് വരുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. ഓരോ കമൻറ്റും മെസ്സേജും ഒക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും, ഇവർക്ക് എന്താ ഇങ്ങനെ പേടി തോന്നുന്നതെന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 കളർ ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 3 കളർ ത്രെഡ് വെച്ച് നമ്മൾ ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 കളർ വെച്ചിട്ടും ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ബീഡ്സ് വെച്ചിട്ട് അതുപോലെ തന്നെ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് താഴോട്ട് കൂടി ലൈൻസ് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ. നമ്മൾ മുകളിൽ ചെയ്തതുപോലെ തന്നെ താഴത്തെ ലൈൻസും കൂടി ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ അതാ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. റൗണ്ടിൻ്റെ അവിടെ നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈൻസിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ കട്ട് ബീഡ്സും ഗോൾഡൻ്റെ ബീഡ്സ് അല്ല, നിങ്ങൾ എടുക്കുമ്പോൾ വൈറ്റ് ബീഡ്സ് എടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 5-6 കട്ട് ബീഡ്സ് കഴിയുമ്പോൾ നിങ്ങൾ വൈറ്റ് ബീഡ്സ് അല്ലെങ്കിൽ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കാമെന്ന്. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കഴിഞ്ഞ്, അതായത് കുറച്ച് 5 അല്ല, കുറച്ച് ബീഡ്സിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അടുപ്പിച്ച് വെക്കാതെ ഇതിൽ കാണുന്നത് പോലെ കുറച്ച് ദൂരത്തേക്ക് വേണമെങ്കിലും വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കാം. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്